ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ ആക്ച്വലി കുറേ നാൾക്ക് ശേഷമാണ് ഒരു വ്ളോഗ് തന്നെ ഇടുന്നത്. കാരണം എൻ്റെ അടുത്ത് തീരെ സമയമില്ല. എനിക്ക് എൻ്റെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന് എൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പോലെയുള്ള സമയം സത്യം പറഞ്ഞാൽ ഇപ്പോൾ എനിക്കില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോസൊന്നും നമ്മളങ്ങനെ അധികം ചാനലിൽ ഇടാത്തത്. ഇനി അങ്ങോട്ട് ഇടാൻ പറ്റുമെന്നും എനിക്ക് അറിയില്ല. അപ്പുറത്തൊക്കെ എന്തോ വീട് പണിയൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ തട്ടലും മുട്ടലാണ് ഇപ്പോൾ നിങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത് ജസ്റ്റ് ഒന്ന് ഇഗ്നോർ ചെയ്യുക. ഞാൻ ചെറുതായിട്ട് കുറച്ച് മേക്കപ്പ് ഒക്കെ ഇട്ടിട്ടുണ്ട്. നമ്മളിപ്പം എങ്ങോട്ടാണ് പോകുന്നതെന്ന് വെച്ചാൽ ഇതൊരു സൺഡേ ആണ്. നമുക്ക് രണ്ടുപേർക്ക്, എനിക്കും ആദ്യം ഭയങ്കരമായിട്ട് ഈ തലശ്ശേരി ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ക്രേവിങ്സ് വരുമായിരുന്നു. അപ്പം ഇവിടെ അടുത്തൊന്നും നോക്കിയപ്പം കണ്ടില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൻ്റെ ഇപ്പുറത്തൊരു ഫുഡ് എക്സ് എന്ന് പറഞ്ഞിട്ടൊരു കടയുണ്ട്, മലയാളീസിൻ്റെ ആണ്. അവിടെ നല്ല തലശ്ശേരി ബിരിയാണി കിട്ടും. അപ്പം അവിടെ പോയി ബിരിയാണി കഴിക്കാനുള്ളൊരു പ്ലാനിലാണ്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ മല്ലേശ്വരം പോകുന്നുണ്ട്. അതവിടെ നിന്ന് അടുത്താണ്. അവിടെ എന്താണെന്ന് വെച്ചാൽ ആക്ച്വലി ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് കണ്ടപ്പോൾ തൊട്ടുള്ളൊരു ആഗ്രഹമായിരുന്നു. അവിടുത്തെ കുറച്ച് ലേക്സ് ഉണ്ട്, നസ്രിയ പോയിട്ടുള്ളതും അവരമ്മ കുറച്ച് കോൺവെർസേഷനൊക്കെ നടക്കുമ്പോൾ ഒരു ലേക്ക് ഉണ്ട്. അതിൽ കുറച്ച് ലേക്സ് ഉണ്ട്. അൾസൂർ ലേക്ക്, സാങ്കേട്ടാങ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെയാണോ പ്രൊനൗൺസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല ആക്ച്വലി. അപ്പോൾ എനിക്ക് അവിടെ പോകണമെന്ന് കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു. അപ്പം ഇന്ന് ഞാൻ ഓർത്തു ഫുഡ് കഴിച്ചിട്ട് അങ്ങോട്ടേക്ക് പോയി ആ ഏരിയയിലൊക്കെ ഒന്ന് പോയി ചുറ്റിക്കറങ്ങിയിട്ടൊക്കെ ഒന്ന് വരാം. അങ്ങനെയാണ് ഇന്നത്തെ ഒരു പരിപാടി. പിന്നെയുള്ളൊരു സംഭവം എന്ന് പറയുന്നത്, ഇനി ഹാർഡ്ലി 1 മന്ത് കൂടെ നമ്മൾ ബാംഗ്ലൂരുള്ളൂ. നമ്മളിവിടുന്ന് പോവുകയാണ്. അപ്പം ഞാനും ആദ്യം കൂടെയുള്ള ഒരുമിച്ചുള്ള കുറച്ച് ടൈമാണ് ആക്ച്വലി ഇത്. നമുക്ക് രണ്ടുപേർക്ക് നല്ല വിഷമം വരുന്നുണ്ട്. എന്താ ചെയ്യേണ്ടത് ഒന്നും അറിയില്ല. കാരണം ഇത്രയും കൊല്ലം ഒരുമിച്ചായിരുന്നു. ആൻറ്റി പോയപ്പോഴും ഇങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷേ ഇനിയിപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇനി വഴക്കൂടാനും ഒരുമിച്ച് ഫുഡ് ഉണ്ടാക്കാനും ഒന്നുമില്ല എന്ന് പറയുമ്പോഴത്തേക്കും ഒരു വിഷമം. സോ നമ്മൾ ഓർത്ത് ഒരുമിച്ച് ഇനി കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയി കാണണം, എവിടെയെങ്കിലുമൊക്കെ ഒരുമിച്ച് ടൈം സ്പെൻഡ് ചെയ്യണം. അങ്ങനെയാണ് എൻ്റെ ഇനിയുള്ള പ്ലാൻ. ആരും എൻ്റെ അടുത്ത് ചോദിക്കരുത്, കാരണം എനിക്കറിയില്ല. ഞാനിവിടുന്ന് റിസൈൻ വെച്ചിട്ട് നാട്ടിൽ പോവുകയാണ്. റിസൈൻ വെച്ചു, ഞാൻ നോട്ടീസ് പീരീഡിലാണ്. നാട്ടിൽ പോകും. നെക്സ്റ്റ് മന്ത് ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്കാണ് പോകുന്നത്. നവംബർ ഫസ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴത്തേക്ക് നമ്മൾ പോകും. പോയിട്ട് എനിക്കിനി ഫുൾ റെസ്റ്റ്. ഞാൻ ഇനി കുറച്ച് നാളത്തേക്ക് പണിക്കൊന്നും പോകുന്നില്ല. ആരും ഇനി എൻ്റെ അടുത്ത് വീട്ടിലൊന്നും ചോദിച്ച് വരണ്ട. ഇനി എന്താ ഞാൻ ചെയ്യുന്നതെന്നൊന്നും ചോദിച്ച് ഇനി ആരും വരണ്ട. വീട്ടിൽ പോകുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു. ഇനി ഇതൊക്കെ തന്നെയാണ് എൻ്റെ പ്ലാന്. എൻ്റെ മാത്രമല്ല ആദ്യയുടെയും പ്ലാൻ അതൊക്കെ തന്നെ ആയിരിക്കും. പോകുന്നു വന്നോ ആദി? എടി, നമുക്കൊരു അലിഗേഷൻ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ലെസ്ബിയൻസ് ആണ്. നമ്മൾ ലെസ്ബിയൻസ് ഒന്നും അല്ല കേസ്, നമ്മൾ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്, അല്ലേ അതി? അപ്പോൾ ഇനി നമ്മൾ രണ്ടാൾക്കാരും നാട്ടിൽ പോവാണ്. നമ്മൾ രണ്ടാൾക്കാരുടെ വീട്ടിൽ വന്നിട്ട് ആരും ചോദിക്കണ്ട എന്താ വീട്ടിൽ വന്നിരിക്കുന്നേ, എന്താ പണിക്കൊന്നും പോകുന്നില്ല. ഇത്രയും കൊല്ലം ഞങ്ങൾ പണിയെടുത്ത് മടുത്തു. അങ്കമാടി തൊട്ട് പോകാൻ തുടങ്ങിയതാണ്. ഇനി ആരും വന്നിട്ട് ചോദിക്കരുത് നമ്മൾ ഇനി എന്താ ചെയ്യാൻ പോവാന്ന്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളങ്ങ് പറയും. എൻ്റെ ചാനലിൽ കൂടെ ഞാൻ ഇങ്ങോട്ട് പറയും. ആരും വന്നിട്ട് ഇങ്ങോട്ട് ചോദിക്കാൻ നിൽക്കണ്ട. അപ്പം നമ്മൾ റെഡിയായി. ഇപ്പോൾ സമയം 1:30 ഇനി അവിടെ എത്തുമ്പോഴത്തേക്കും ഒരു 2-2:15 ആവും. ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും 2:30-3 റെസ്റ്റ് എടുക്കുക. ഒരു 3-3:30 ആവും. അപ്പോഴത്തേക്കും വെയിൽ കുറച്ച് പോവും. വെയിലുള്ളതുകൊണ്ടാണ് ഗൈസ് ഫുൾ സ്ലീവ് ഒക്കെ ഇട്ടേക്കുന്നത്. ആദ്യം അവിടെ നിന്നിട്ട് ക്രീം ഇടുവാണ്, മോയ്സ്ചറൈസിങ്. കാരണം സ്കിന്നൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നുണ്ട് ഇവിടുത്തെ ക്ലൈമറ്റിൽ. അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പം ഓക്കെ ബൈ. അപ്പോൾ ഗൈസ് ഞാൻ വാച്ചൊക്കെ ഇട്ട് സെറ്റായിട്ട് നമ്മൾ ഇറങ്ങി. അത് ലക്ഷ്മിക്ക് ചെറുതായിട്ട് ഭ്രാന്തായതാ. ഷൂ സോക്സൊക്കെ ഞാൻ ഇട്ട് കൊടുക്കട്ടെ. അപ്പം ഞാൻ പറയാൻ വന്നത്, ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഇതാണ് ആദ്യ ലക്ഷ്മിയുടെ ഔട്ട്ഫിറ്റ്. കോക്കാച്ചി തവള ഇരിക്കുന്നു. എന്തിനും ഏതിനും മാമച്ചൻ. എൻ്റെ മുടി കിടക്കുന്നതാണ് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഞാൻ വെട്ടം തോന്നുന്നു. പുറത്ത് ആക്ച്വലി ഭയങ്കര വെയിലുണ്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് ഫുൾ സ്ലീവ് എല്ലാം ഇട്ടത്. നമ്മളിനി പോട്ടി ബിരിയാണി കഴിക്കാൻ. ഈ പെണ്ണിനെ കൊണ്ട് ഗൈസ് നമ്മളിപ്പോൾ
കണ്ടോൺമെന്റ് റെയിൽവേ സ്റ്റേഷൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ ഇവിടുന്ന് നമ്മൾ നോർമലി ഇറങ്ങിയിട്ടാണ് നമ്മൾ ജോലി സ്ഥലത്ത് പോകുന്നത്. ഇവിടുന്ന് അടുത്ത നമ്മുടെ ഹോസ്പിറ്റൽ വന്നിട്ട് ഇവിടുത്തെ വെയിലാണ് സത്യം പറഞ്ഞാൽ സഹിക്കാൻ പറ്റുന്നത്. ഭയങ്കര ടാനായിപ്പോൾ ഫുൾ സ്ലീവ് ഇട്ടാണ് ഇപ്പം മുഖം മാത്രം നമ്മൾ കവർ ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മുടെ നോക്കിപ്പോലെ കുറേ മറ്റേ കഴുത നിന്റെ കൂടെയോ ഈ വഴി കൂടെ 2 എണ്ണം. നമുക്ക് ആക്ച്വലി ഭയങ്കരമായിട്ട് തലശ്ശേരി ബിരിയാണി തിന്നാനായിട്ട് കൊത്തിയായിട്ടിരിക്കുക. ആ കട തുറന്നില്ലെങ്കിൽ നമുക്ക് പണിപാടും. ക്യാമറമാൻ ഒപ്പം ചാടണമെന്ന് ഞാൻ അറിഞ്ഞില്ല. നമ്മൾ ആക്ച്വലി ഇവിടെ എത്തി. പിന്നെ ഇവിടെയാണ് നമ്മുടെ നാണിക്കാതെ ഈ നട റോഡിൽ വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് എല്ലാവരും എന്നെ വല്ലാണ്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഇത് നാണം വരുന്നത്. അവിടെയാണ് നമ്മളെ ഹോസ്പിറ്റൽ വരുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് ഇവിടെയാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ വന്നത്. ഇതാണ് ഞങ്ങൾ പറഞ്ഞ ഷോപ്പ് ഫുഡെക്സ്. ബിരിയാണി ഉണ്ടോ നോക്കി നോക്കട്ടെ. നമ്മൾ സ്ഥിരം എല്ലായിടവും പോയിട്ട് അവിടുത്തെ മെനു ഫുൾ അരിച്ച് പെറുക്കി വായിക്കും. എന്നിട്ട് അത് അടച്ചു വെച്ചിട്ട് ചേട്ടനോട് പറയും ചേട്ടൻ 2 ചിക്കൻ ബിരിയാണി. ചേട്ടൻ ഇപ്പം നമ്മളെ കണ്ടപ്പോഴത്തേക്ക് അങ്ങ് നടന്നു പോയി. ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾക്ക് ആലോചിക്കാനൊന്നും ഇല്ല, ഇപ്പം തന്നെ ഓർഡർ തരാം. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് മനസ്സ് വല്ലാണ്ട് നിറഞ്ഞു. ഇനി നമ്മൾ ഒരു സംഭവം കണ്ട് ആ കടയിൽ നിന്ന് തന്നെ മേടിച്ച് എന്തോന്നറിയില്ല, എന്തോ ഒരു അബ്ദുൽസാർ കൊണ്ടുവന്ന സാധനം പറ്റാൻ തോന്നുന്നു. ആണോ? ഉണ്ടോ അത് ഉണ്ണിയപ്പം പോലെ ഇരിക്കുന്നു. ഹെൽത്തി ഡ്രസ്സോട്ട് നമുക്ക് എഴുതിയിട്ടുണ്ട്. അറിയില്ല, തിന്നു നോക്കാം. ഓ ഗോവിന്ദ് സാർ കൊണ്ടുവന്നല്ല, അബ്ദുൽ സാർ കൊണ്ടുവന്ന സാധനം. ഇത് തേങ്ങയിൽ ഇതാക്കിയിട്ടുള്ള സാധനം. തിന്നോക്കട്ടെ. നമുക്ക് പരിചയമുള്ളൊരു ടേസ്റ്റ് ആക്ച്വലി. ഇതിൻ്റെ ഇത് ഓർമ്മയില്ല, വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ, ഭയങ്കര മധുരം. ഇത് നല്ലതായിരുന്നു. എന്താ നമുക്ക് അഭ്യാസമുണ്ടോ? നല്ലതായിരുന്നു. ഇപ്പം നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടിരിക്കുക മല്ലേശ്വരത്തേക്ക് പോകാൻ വേണ്ടി. ഞാനാണെങ്കിൽ ഇത് കഴിച്ചതിൻ്റെ തൊലി ഇതിൻ്റെ ഈ സാധനങ്ങളൊക്കെ അവിടെ വെച്ചിട്ട് പോകും. ആ അപ്പം ഞാൻ ഈ പണ്ടരം പുറകെ എടുത്തോണ്ടിങ്ങ് വന്നു. ഇപ്പോൾ ഒരു ചേട്ടനാണെങ്കിൽ വീട് പണിയുന്ന സാധനമായിട്ട് വന്നു. പുള്ളിക്കാരൻ 450 രൂപയാണ് ആക്ച്വലി പറഞ്ഞത്. ഞങ്ങൾ വേണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളുടെ വീട്ടിൽ പിള്ളേരൊന്നും ഇല്ലാന്ന് പറഞ്ഞപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എന്നിട്ട് ജസ്റ്റ് 100 രൂപയ്ക്ക് മൂപ്പരത് വിറ്റിട്ട് പോയി. നല്ല രസമുണ്ടായിരുന്നു. അയാളുടെ കയ്യിലൊരു ഉണ്ടാക്കിയ വീടൊക്കെ ഉണ്ടായിരുന്നു. എന്താ അല്ലേ ബിസിനസ്. നമ്മൾ ആക്ച്വലി പാർക്കിലെത്തി. നമ്മളെത്തി, പക്ഷേ ഓപ്പൺ ആക്കിയിട്ടില്ല. കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഓപ്പൺ ആക്കുമായിരിക്കും. ആദ്യം ഇത് നസ്രി ഓടിയ ഇതാണോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ആദ്യം പാട്ടൊക്കെ കേട്ടു നോക്കുന്നത്. പാട്ട് ഫുള്ള് പാട്ടൊക്കെ. ഇതാണ് ഇതിൻ്റെ എൻട്രൻസ് വന്നിട്ട്. പക്ഷേ ഇവർ ഓപ്പൺ ആക്കിയിട്ടില്ല. 4 മണിക്കുള്ളൂ. അപ്പോൾ ഒരു അരമണിക്കൂറുടെ സമയമുണ്ട്. ഇതിൻ്റെ ആകാശം കാണാൻ എന്തൊരു ഭംഗിയാണെന്നറിയോ, ഭയങ്കര ഭംഗി. അയ്യോ, ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഇവൾക്ക് എൻ്റെ മേൽ എന്തൊക്കെയോ പണിയണം. നേരത്തെ നല്ല പ്രശ്നം. ചുക്കി വെച്ച് ചുക്കി എൻ്റെ കാർക്കൂന്തലുകൾ. പക്ഷെ അത്രയും ചുക്കിയായില്ലടി, കുറച്ച്. ഗൈസ്, എനിക്ക് ഇടയ്ക്കുള്ള ഒരു സൂക്കേടാണ് തുപ്പല് വിഴുങ്ങുന്നത്. നിങ്ങൾ കണ്ടോ പ്രശ്നം? എന്നിട്ടിരുന്ന് ചമയ്ക്കും. പിന്നെ പന്നീൻ്റെ ഭയങ്കര സൗണ്ട് ഉണ്ടാക്കാറുണ്ട്. ഓ സൂപ്പർ. ഇപ്പം ചുമന്ന് വരച്ചു. അവിടെ ഒരു ചേട്ടൻ ഇവിടെ എനിക്കിങ്ങനെ ഒരുക്കി തരുന്ന കണ്ടിട്ട് അയാളുടെ വ്യൂ എന്ന് പറയുന്നത്
ഇങ്ങനെ മാത്രമേ കാണുന്നുള്ളൂ. അയാൾ അവിടെ നമ്മൾ നോക്കുകയാണ്. ഞാൻ എൻ്റെ പട്ടിക്കുട്ടീനെ പോലായോ? ഇറ്റ്സ് ഗുഡ് ആക്ച്വലി. കണ്ണുറക്കാൻ പറ്റില്ല. നിനക്ക് എപ്പോഴും കണ്ണുറക്കാൻ പറ്റുന്ന നീ പറയലുണ്ട്, പക്ഷെ എനിക്ക് ഉറക്കാൻ പറ്റും. അതുകൊണ്ടൊന്നും എനിക്ക് കണ്ണിന് ഇടയ്ക്കിടയ്ക്ക് പ്രശ്നം. കണ്ണാണല്ലേ. ഹായ് സൂപ്പർ. ഓ നമ്മളവിടുന്ന് രക്ഷപ്പെട്ട് ഓടിയതാണ് ഗൈസ്. ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ കുത്തുന്ന വെയിൽ. അതും ഇവിടെ നിന്നും ഒരു സ്ഥലത്ത് പോലും തണലെന്ന് പറഞ്ഞ സംഭവമൊന്നുമില്ല. ഇങ്ങനെ തിരിച്ചു പോകുമ്പോഴത്തേക്കും കരിക്കുട്ടികളാവും നമ്മൾ. പക്ഷേ ഈ ലേക്ക് കാണാൻ ഭയങ്കര ഭംഗിയുണ്ട് കേട്ടോ. ഞാൻ ബാംഗ്ലൂർ വന്നതിലും ഇത്ര നല്ലൊരു ഭംഗിയുള്ള ലേക്ക് അടുത്തും കണ്ടിട്ടില്ല. ഇത് വൺ ഓഫ് ദി ലാർജസ്റ്റ് ലേക്സ് ഇൻ ഇന്ത്യ എന്നാണ് പറയുന്നത്. സാങ്കി ടാങ്ക് എന്നാണ് ഇതിൻ്റെ പേര്. സെക്കൻഡ് ടേക്കാണ്. ആക്ച്വലി ഞാൻ പറഞ്ഞൊരു ചെറിയ തെറ്റുണ്ടായിരുന്നു. വൺ ഓഫ് ദി ലാർജസ്റ്റ് ലേക്സ് ഇൻ ബാംഗ്ലൂർ ആണ്. ഞാൻ അറിയാണ്ട് ഇന്ത്യ എന്ന് പറഞ്ഞുപോയി. എൻ്റെ മിസ്റ്റേക്കാണ്, ക്ഷമിക്കണം. കൊള്ളാം. ഇവിടെ പണ്ട് ബോട്ട് അപകടത്തിൽ വീണ് മരിച്ച ബോട്ടാണിത്. എൻ്റെ ഫോൺ ഓക്കെ. സോ നൈസ്. കുട്ടികൾ ഒരു വലിയ ആമ, ഒരു ചെറിയ ആമ. കൊള്ളാം. ഇതെന്തെൻ്റെ വീടാ? ഇതും കൊള്ളാം. ആമയ്ക്ക് ഇത്ര വലിയ വീടോ? ആക്ച്വലി ഇവിടെ നല്ല രസമുണ്ട് കാണാനൊക്കെ. പക്ഷെ നമ്മൾ ഏകദേശം ആദ്യം കാണിച്ച് നമ്മൾ ഇവിടെ നിന്ന് നടന്നു വന്നേ. അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ഇത്ര ദൂരം നടന്നു കുറേ. പക്ഷെ നല്ല വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസ് എന്നാണ് പറയുക. ഇത്രയും നാൾ വന്നതിൽ 7 കൊല്ലമായി ബാംഗ്ലൂർ. ഇത്ര നാളായിട്ട് ഇതുപോലെ നല്ല ലേക്ക് കണ്ടിട്ടില്ല. ഭയങ്കര ഭംഗി. എല്ലാവരും നല്ല രസമുണ്ട്. ഓടാനും നടക്കാനും പാട്ടൊക്കെ കേട്ട് വെറുതെ ഇരിക്കാനും ഒക്കെ വരുന്നവരൊക്കെ ഉണ്ട്. നല്ല ഭംഗിയുണ്ട് കാണാൻ. നമ്മളിപ്പോൾ ആക്ച്വലി ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. കുറേ സീറ്റുകളെല്ലാം ഉണ്ട്. പക്ഷെ എല്ലായിടത്തും ആൾക്കാർ ഇരിക്കുക. കൂടുതലും കപ്പിൾസാണ്. അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് ഇവിടെ കുറേ പ്രായമായിട്ടുള്ള ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ട്. ചെറുപ്പക്കാർക്കൊക്കെ വേണമെങ്കിൽ എണീറ്റൊക്കെ തരാം. നമുക്ക് കാലൊക്കെ കഴിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ സൈഡ് താണ്ടി ഇങ്ങനത്തെ ഒരു സീറ്റിലാണ് ഇരിക്കുന്നത്. നല്ല രസമുണ്ട്. അയ്യോടി അവരിരുന്നു. സീറ്റ് ഉണ്ടായിരുന്നു അവിടെ. സീറ്റുണ്ടായിരുന്നു. അവർക്കാര് വെള്ളത്തിൽ വീണതല്ല. അവിടെ ഒരു സീറ്റ് ഒഴിഞ്ഞ് കിടക്കുന്നത് അവർ ഓടി വന്നിരുന്നു.